സത്യം പറയാലോ, വന്ന് ഒരു ബോളിവുഡ് സിനിമ കാണാൻ പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയൽ കാണാൻ പോകുന്നു എന്നുള്ളൊരവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെയൊക്കെ തിരുത്തി കുറിക്കുന്ന ഒരു സിനിമ അനുഭവമായിരുന്നു എനിക്ക് മൈദാൻ എന്ന സിനിമ. ഒരുപാട് കേൾക്കണ്ട, പെട്ടെന്ന് കാര്യം അറിഞ്ഞിട്ട് പോകാനാണെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുക, തിയേറ്ററിൽ പോയി കാണുക. നിങ്ങൾ ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്ന, അത്യാവശ്യം രാജ്യസ്നേഹത്തിൻ്റെ ഒത്തിരി ഓവറാക്കിയിട്ടുള്ള ഷോ ഉണ്ടല്ലോ, അതല്ലാതെ അതിൻ്റെ ഒരു സർട്ടിൽ ലെയറിൽ, പക്ഷേ അത് വളരെ ഡീപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ, പിന്നെ ഒരാളുടെ ഒരു സ്വപ്നത്തിൻ്റെ പിന്നാലെയുള്ള യാത്രയൊക്കെ കാണുമ്പോൾ ഉള്ളു നിറയുന്ന അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ തിയേറ്ററിൽ ഇരുന്ന് സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളൊരു സിനിമയല്ല കണ്ടുകൊണ്ടിരിക്കുന്നത്, ഒരു റിയൽ ഫുട്ബോൾ മാച്ച്, അതും നമ്മുടെ ടീം ജയിച്ചേ പറ്റൂ എന്നുള്ളൊരു ഫുൾ ആവേശത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തിയിട്ട് തിയേറ്ററിൽ സിനിമയിൽ ഗോൾ അടിക്കുമ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് കൈയടിക്കും. അതായത് ആക്ച്വലി ആ ഗോള് അത് സംഭവിച്ചപ്പോൾ എങ്ങനെയായിരുന്നു ആളുകൾ ബിഹേവ് ചെയ്തത്, അങ്ങനെ നമ്മൾ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. ഒരു ഗോളിൻ്റെ ചാൻസ് പോകുമ്പോൾ അയ്യോ എന്ന് നമുക്ക് തലേ കൈവെക്കാൻ തോന്നും. സിനിമയിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി വിട്ട്, നമ്മൾ സിനിമ കാണുന്നു എന്നുള്ളത് വിട്ടിട്ട് നമ്മൾ ആ മൊമെൻറ്റിൽ എത്തപ്പെടുന്നു എന്നുള്ളത് അയ്യോ ഗംഭീരമായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ സിനിമ. എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സ് മാച്ച് ഒരു രക്ഷയില്ലാതെയാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ഞാനിത് പറയുമ്പോൾ ഈ ഇപ്പം ചക് ദേ ഇന്ത്യയൊക്കെ പോലെ ഭയങ്കര കൊമേഴ്ഷ്യലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ജഡബിഡ് മ്യൂസിക്കുകളൊക്കെ ഒരുപാട് ചേർന്ന് അങ്ങനത്തെ ഒരു രീതിയിൽ പ്രതീക്ഷിക്കരുത്. ഞാൻ അതിനെ കൊച്ചാക്കി പറയല്ല, ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ള സിനിമകളിലൊന്നാണ് ചക് ദേ ഇന്ത്യ. പക്ഷേ ആ പാറ്റേണിലല്ല ഈ സിനിമ പോകുന്നത്. പിന്നെ എസ്.എ. റഹീം എന്ന് പറയുന്ന പേര്, അത് ഇതിനു മുമ്പ് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയാമല്ലോ എനിക്കറിയില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഞാനങ്ങനെ ഫുട്ബോളിനെ അത്രയധികം അങ്ങ് ഫോളോ ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ മറ്റേത് സ്പോർട്സ് ഐറ്റത്തിനാണെങ്കിലും ഞാൻ റേഡിയോയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്കിത് പറയാനുള്ളത് കൊണ്ട് പഠിച്ചിരിക്കണം എന്നുള്ള രീതിയിൽ പഠിച്ചതല്ലാതെ ഒത്തിരി ഡീപ്പായിട്ട് അറിയില്ല. പക്ഷേ ഇനി ഏത് ഉറക്കത്തിൽ വിളിച്ചു ചോദിച്ചാലും എസ്.എ. റഹീം എന്ന് പറയുന്ന പേര്, അത് ഇന്ത്യൻ ഫുട്ബോളിന് എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ബേസിക് ഐഡിയ പറയാൻ എനിക്ക് പറ്റും. അത്രയും ആ കഥാപാത്രത്തിനെ ആ വ്യക്തിയെ, അയാളുടെ അച്ചീവ്മെൻറ്റിനെ നമ്മുടെ ഉള്ളിലേക്ക് പകർത്താൻ സിനിമയ്ക്ക് പറ്റുന്നുണ്ട്. ഞാൻ ശരിക്കും അയാൾക്കൊപ്പം സഞ്ചരിച്ചു, അല്ലെങ്കിൽ അയാളുടെ നേട്ടങ്ങൾ, അയാളുടെ കഷ്ടപ്പാടുകൾ, അയാൾ ഈ ലോകത്തോട് വിട പറയാൻ എടുക്കുന്ന സമയം, അതൊക്കെ ഫീൽ ചെയ്തു എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ട്രാവലായിരുന്നു. സോ അതുകൊണ്ട് തന്നെ പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ, നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. ഒന്നാമത്തെ പോസിറ്റീവ് ഇതിൻ്റെ ക്യാമറ, എഡിറ്റിംഗ്, VFX എല്ലാം ചേരുന്ന ഇതിൻ്റെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റാണ്. സിനിമ തുടങ്ങുമ്പോൾ അവരൊരു മാച്ച് കാണിക്കുന്നുണ്ട്. ആ മാച്ചിൽ അതിൻ്റെ ഒരു കളർ ടോണും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അയ്യോ ഇതൊരു ഹോളിവുഡ് പടം കാണുന്ന പോലെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നീട് മറ്റൊരു ടോണിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ട്, മോശമൊന്നുമല്ല, മറ്റൊരു ടോണിലേക്ക് വരുന്നു. ലാസ്റ്റ് മാച്ച് അവർ വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്, നിങ്ങളൊരു ഫുട്ബോളായിട്ട് മാറുകയാണ്, നമ്മൾ അതിൻ്റെ കൂടെ ആളുകളുടെ കാലിലൊക്കെ തട്ടി തടഞ്ഞ് എങ്ങനെയൊക്കെയോ ഗോൾ പോസ്റ്റിലേക്ക് എത്തുന്ന പോലെ അതെങ്ങനെ ഷൂട്ട് ചെയ്ത്, അതെങ്ങനെ പ്ലാൻ ചെയ്തു എന്നൊക്കെ നമുക്ക് അറിയാൻ കൊതി തോന്നി പോകുന്ന പോലെ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു വലിയ കയ്യടി അർഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ മ്യൂസിക് AR റഹ്മാൻ ചെയ്താണ്. സാധാരണ ചില സിനിമയുടെയൊക്കെ റിവ്യൂ വീഡിയോ നമ്മൾ സംസാരിക്കുമ്പോൾ AR റഹ്മാൻ്റെ മ്യൂസിക് ആയിരുന്നു, ഗംഭീരമായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ ആലോചിക്കും, അത് AR റഹ്മാൻ ആയതുകൊണ്ട് ഞാൻ കയറ്റി പറയുകയാണോ എന്ന് ഞാൻ തന്നെ ക്രോസ് ചെക്ക് ചെയ്ത് നോക്കും. പക്ഷേ ഇതിൽ അങ്ങനെ ഒന്നും പറയാനില്ല. മോനെ ടോപ്പ് നോച്ച് ഹൈ ലെവൽ സംഭവമാണ്. പിന്നെ ഈ സിനിമയുടെ ഒരു സ്റ്റോറി ടെല്ലിംഗ് പാറ്റേൺ എന്നൊക്കെ പറയാവുന്ന, അതായത് എന്തെപ്പോൾ പറയുന്നു, എങ്ങനെ അവതരിപ്പിക്കുന്നു, ഏത് ഫ്ലോയിൽ വരുന്നു എന്നൊക്കെയുള്ള അവർ ആ തീരുമാനം എടുത്തതുണ്ടല്ലോ. അതായത് എസ്.എ. റഹീം എന്ന് പറയുന്ന ആളുടെ ജീവിതകഥ എന്നുള്ള രീതിയിലും അതുപോലെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒരു സുവർണ്ണ കാലഘട്ടം എന്നുള്ള രീതിയിലും രണ്ടും കൂടി ചേർന്നാണ് ഈ സിനിമ വരുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏത് പാർട്ടിൽ നിന്നാണ് ആരംഭിക്കുക, ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഏത് പാർട്ടിൽ നിന്നാണ് ആരംഭിക്കുക, എവിടെയാണ് ഇത് ഇവർ കൊണ്ട് എൻഡ് ചെയ്യുക, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നിൻ്റെയും ഇമ്പോർട്ടൻസ് ചോർന്നു പോകാതെ, അതായത് ഇതിൻ്റെ മാത്രം കഥയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ മാത്രമുള്ളൊരു കഥയാണ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം പറയാനുള്ളൊരു കഥയാണ്. ഇപ്പോൾ പൊളിറ്റിക്സ് അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ, ഈ കായിക വിഭാഗമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പൊളിറ്റിക്സും അതൊക്കെ സംസാരിക്കണമല്ലോ, എല്ലാം സംസാരിക്കുന്നുണ്ട്. പക്ഷേ എല്ലാം കറക്റ്റാണ്. സംഭവങ്ങളുടെ, വ്യക്തികളുടെ ഒക്കെ പ്ലേസ്മെൻറ്റ് എനിക്ക് ഭയങ്കര പക്ക എന്ന് പറയാൻ തോന്നുന്ന പോലത്തെ ഒരു ഫീലാണ്. 3 മണിക്കൂറുണ്ട് സിനിമ. അത് 3 മണിക്കൂറാണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല. 4 പേരാണ് സ്ക്രിപ്റ്റ് ചെയ്തേക്കുന്നതെന്ന് ഞാൻ വിക്കിപീഡിയ നോക്കിയപ്പോൾ കണ്ടു. അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഓരോ സീനും അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആ സീൻ വെക്കണ്ട, ഈ ഡയലോഗ് വെക്കണ്ടെന്ന്. അയ്യോ അത് പറഞ്ഞപ്പോൾ ആ ഡയലോഗ്സ് നല്ല പൊന്നുംകുടം പോലത്തെ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. ചിലതൊക്കെ ഭയങ്കര മോട്ടിവേഷനാണ്. നമുക്കിങ്ങനെ ഒരു വാൾപേപ്പറിൽ അത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ സിസ്റ്റം വാൾപേപ്പറാക്കി വെക്കാൻ തോന്നുന്ന അമ്മാതിരി കുറച്ച് ഡയലോഗുകളുണ്ട്. പിന്നെ പറയാനുള്ളത് ഇമോഷണൽ കണക്റ്റാണ്. ഇതിലെ കഥാപാത്രങ്ങൾ, പ്രധാന കഥാപാത്രങ്ങൾ, അവരുടെയൊക്കെ ഓരോ ചിന്തകളൊക്കെ ആയിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഇതിൻ്റെ ക്ലൈമാക്സിൽ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ചേഞ്ച് വരുന്നുണ്ട്. ആ ചേഞ്ചിൻ്റെ പ്ലേസ്മെൻറ്റും അതിലേക്ക് അയാൾ എത്തുന്ന ഒരു മാനസിക നില എന്താണെന്നുള്ളത് അടക്കം നമുക്ക് ഫീൽ ചെയ്യത്തക്ക രീതിയിൽ വളരെ രസമായിട്ട് അവരിതിൻ്റെ ഇമോഷണൽ കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ രാജ്യസ്നേഹം
ഫുട്ബോളിനോടുള്ള സ്നേഹം, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇമോഷൻസ്, അതൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ എല്ലാ പോസിറ്റീവ്സിൻ്റെയും കാരണം ഈ സംഭവം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പൊതുവേ രാജ്യസ്നേഹം എന്ന് പറയുമ്പോഴേക്കും കുറച്ച് ഓവറായിട്ട് കയ്യിൽ നിടുന്നത് പോലെ പ്രത്യേകിച്ച് ഹിന്ദി സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്, അതും ഈ അടുത്ത കാലത്തായിട്ട്. പക്ഷേ ഇത് വളരെ സ്ലൈറ്റായിട്ട് ഒരു ഭാരതീയൻ എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നുന്നൊരു അഭിമാനമില്ലേ, ആ അഭിമാനത്തിനെ അങ്ങനെ കാണുകയും അതുപോലെ തന്നെ ആ സ്പോർട്സ് ഇനത്തിൽ ആ ടീം ജയിക്കുമ്പോൾ ആ ടീമിനൊപ്പം സഞ്ചരിച്ച ഒരാളെന്നുള്ള നിലയ്ക്ക് നമുക്ക് എന്ത് ആവേശമാണോ തോന്നുന്നത് അത് തോന്നിപ്പിക്കുന്ന രീതിയിൽ നല്ല ഗ്രാൻഡായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് പെർഫോമൻസ് ആണ്. അജയ് ദേവ്ഗണിനെ എനിക്ക് എല്ലാ സിനിമകളിലൊന്നും ഇഷ്ടപ്പെടാറില്ല. അതിപ്പം നമുക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഓരോ നടന്മാരെയും നമുക്ക് എപ്പോഴും ഇഷ്ടപ്പെടാനൊന്നും പറ്റില്ല. പക്ഷേ ഈ സിനിമയിൽ എനിക്ക് അജയ് ദേവ്ഗണിനെ ശരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറിൻ്റെ പ്രത്യേകതയാണ്, ആ ഗുണമാണ്. അത് പുള്ളി രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സീനി പോലും ഓവറാക്കുന്നു എന്ന് നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാതെ വളരെ രസമായിട്ട് ഇതിൽ ഓരോ കളിക്കാരും അടിപൊളിയായിട്ട്, ആ കളിക്കാരുടെയൊക്കെ ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ഇവർ ചൂസ് ചെയ്തേക്കുന്ന ആർട്ടിസ്റ്റുകളില്ലേ, അതാണ് സിനിമ കഴിഞ്ഞ് ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്ന സമയത്ത് ഈ ഒറിജിനലിനെയും ഇവർ തിരഞ്ഞെടുത്തിട്ടുള്ള ആർട്ടിസ്റ്റിനെയും കൂടി കാണിക്കുമല്ലോ. രണ്ടും കൂടി വെക്കുമ്പോൾ ഇതിൽ ഏതാ ഒറിജിനൽ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളതുപോലെ അത്രയും ആപ്റ്റായിട്ടുള്ള ആളുകളെ അവർ കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെല്ലാവരും നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു സന്തോഷമാണ്, ഒരു സമാധാനമാണ്. ഞാനിങ്ങനെ ബൈക്കൊക്കെ ഓടിച്ച് പതുക്കെ കാറ്റൊക്കെ കൊണ്ട് നല്ല രസമായിരുന്നു, നല്ല ഫീലായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു സിനിമ അനുഭവമായിരുന്നു തിയേറ്ററിൽ. ഒരു പക്ഷേ ഇനിയും പ്രത്യേകിച്ച് ആ ക്ലൈമാക്സിലെ ഫുട്ബോൾ മാച്ച് ഒന്നുകൂടി കാണാൻ പറ്റുകയാണെങ്കിൽ ഞാൻ വീണ്ടും പോയി കാണാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ വീണ്ടും നമുക്ക് കാണാൻ തോന്നുന്ന തരത്തിലുള്ളൊരു സിനിമയാണ്. ആമസോൺ പ്രൈം വീഡിയോ ആണ് അതിൻ്റെ OTT റൈറ്റ്സ് എടുത്തിട്ടുള്ളത്. തുടക്കത്തിൽ തന്നെ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആമസോണിൽ വരുമ്പോൾ ആ സീനുകളൊക്കെ ഒരു 1-2 വട്ടം കൂടി എന്തായാലും കാണും. ഇനി ഒരു സങ്കടമുള്ളത് അത് സിനിമയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല എന്നുള്ളതുകൊണ്ടാണ് ഏറ്റവും അവസാനം പറയുന്നത്. തിയേറ്ററുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. ഞാൻ എറണാകുളം ഷേണായ്സിൽ സ്ക്രീൻ 5-ൽ ഇരുന്നിട്ടാണ് ഈ സിനിമ കണ്ടത്. അപ്പോൾ സിനിമ തുടങ്ങുമ്പോൾ തൊട്ട് ഇത് വളരെ ക്രോപ്ഡ് ആയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് അവരിപ്പം ഓരോ ലോഗോ ഒക്കെ കാണിക്കുമ്പോൾ നമ്മൾ ഈ ലോഗോസൊക്കെ സ്ഥിരം കാണുന്നതാണല്ലോ, ആമസോൺ പ്രൈം വീഡിയോ ആണെങ്കിലും അവരുടെ ആണെങ്കിലും ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ ക്രോപ്പ് ആവുന്നതാണെന്ന് നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. സിനിമ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പല സീനുകളിലും അജയ് ദേവ്ഗണൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ പുള്ളി മാത്രം ഫ്രെയിമിലുള്ളപ്പോൾ ഈ ഹെഡ് സ്പേസ് കൊടുക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, ഈ ഭാഗം വെച്ചൊക്കെ കട്ടായി പോകുന്ന പോലെ നമുക്ക് മുടി കഴിഞ്ഞിട്ട് നെറ്റി മുതലാണ് കാണാൻ പറ്റുക. ബാക്കി ബോഡി പാർട്ടെല്ലാം താഴേക്ക് കാണുന്നുണ്ട്. അങ്ങനെ എന്തായാലും അവർ ഷൂട്ട് ചെയ്ത് വെക്കില്ലല്ലോ, അതൊരിക്കലും ചെയ്യില്ലല്ലോ. അതുപോലെ പല മെയിൻ ആർട്ടിസ്റ്റുകളുടെ ചില ആൾക്കാരുടെയൊക്കെ ഇൻട്രോ ഒക്കെ ഉണ്ട്, അവർ ഫുട്ബോൾ കളിച്ച് വരുന്നതൊക്കെ. അവിടെയൊക്കെ വരുമ്പോഴും ഇങ്ങനെയൊക്കെ കട്ടായി ക്രോപ്പായൊക്കെ പോകുന്നു. അപ്പം എനിക്കതിൻ്റെ ക്രോപ്പിംഗ് ഭയങ്കര ഇഷ്യൂ ആയിട്ട് തോന്നി, അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ അനുസരിച്ച് സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പുറത്തുള്ള സ്റ്റാഫിനോട് പറഞ്ഞു, ഫസ്റ്റ് ഹാഫ് തുടങ്ങുന്നതിന് മുമ്പ് പടം തുടങ്ങിയപ്പോഴും എനിക്കത് മനസ്സിലായപ്പോൾ ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നും സംഭവിച്ചില്ല. ഇൻ്റർവെല്ലായപ്പോൾ വീണ്ടും ചെന്ന് പറഞ്ഞു. അപ്പോൾ ഒരാളെ എനിക്ക് ഫോണിൽ വിളിച്ച് തന്നു, ഈ പുള്ളിയാണത് മാനേജ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ബ്രൈറ്റ്നസ് മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ആസ്പെക്ട് റേഷ്യോ അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോണിന്ന് ആൾ വരണം, അങ്ങനെ എന്താണ് എന്നോട് പറഞ്ഞത്. പിന്നെ ആ സിനിമയുടെ ആദ്യത്തെ ഷോ ആണ് നടക്കുന്നത്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കത് കല്ലുകടിയായി തോന്നിയിട്ടുണ്ടായിരുന്നു. ആർട്ടിസ്റ്റുകളുടെ ഹെഡ് റൂമൊക്കെ കട്ടായി പോവുക എന്നൊക്കെ പറയുന്നത്, ആ സിനിമ അത് എടുത്ത ആൾക്കാർ നമ്മളിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൊരു ഇമോഷനില്ലേ, അത് എത്തിക്കാൻ അത്ര കണ്ട് പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തും, അത് ആ രീതിയിൽ തന്നെ നമുക്ക് കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ. സോ അതൊന്ന് മെൻഷൻ ചെയ്യണമെന്ന് തോന്നി. മാത്രമല്ല എന്നെ വിളിച്ച പുള്ളി ഫുഡ് കഴിക്കാൻ എന്തോ പോയിരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് സിനിമ ഈ ഷോ കഴിഞ്ഞ് അടുത്ത ഷോയ്ക്ക് മുമ്പ് അവരത് എന്തായാലും ചെക്ക് ചെയ്ത് അത് ക്ലിയർ ആക്കും എന്നുള്ളതാണ്. ആൻഡ് ഒരിക്കൽ കൂടി ഒരു നല്ല രസമുള്ള പടമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.